എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു സിനിമ റിവ്യൂ ആണ്. വളരെ നാളുകൾക്ക് ശേഷം ഒരു സിനിമ റിവ്യൂ ആണ്. ഇതിനൊരു പ്രൊഫഷണൽ സിനിമ റിവ്യൂ ആയിട്ടൊന്നും നിങ്ങളെ കണക്കിലെടുക്കേണ്ട. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതേപോലെ ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കണക്കിലെടുത്താൽ മതി. ഇഷ്ടംപോലെ പ്രൊഫഷണൽ റിവ്യൂസ് ഒക്കെ ഉണ്ട്. ആ ഒരു റിവ്യൂകൾ നിങ്ങൾ സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുക. ഇത് ജസ്റ്റ് ഞാനൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതേപോലെ ബറോസ് എന്ന സിനിമ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. കുറേയധികം ആളുകൾ എന്നോട് വലിയ പരാതിയും പരിഭവമൊക്കെ ആയിട്ട് വന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടത്? ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയിൽ കാണുന്നത് പല കാര്യങ്ങളായിരിക്കാം. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം. ഞാൻ ആ ഒരു ചിത്രത്തിൻ്റെ വലിയൊരു ക്യാൻവാസാണ് കണ്ടത്. മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സ്റ്റാർ ഏതൊരു റേഞ്ചിലേക്കുള്ള സിനിമകൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആ ഒരു സിനിമയിൽ നോക്കിക്കണ്ടത്. അതിൻ്റെ കഥയും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ആ ഒരു കഥാപാത്രങ്ങളുടെ സൃഷ്ടിയൊക്കെ അപക്വമായി തോന്നി പിന്നീട് OTT കണ്ട സമയത്ത്. പക്ഷെ അതിൻ്റെ 3D ഒക്കെ തിയേറ്ററിൽ കാണാനായിട്ട് ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഈ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാനെ കുറിച്ചിട്ട് പറയുമ്പോഴും മലയാള സിനിമയുടെ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട് ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് ആണ് പല സീൻസിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മലയാള സിനിമയുടെ ഒരു റേഞ്ച് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം ആ ഒരു ചിത്രം മൊത്തത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി ചിത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ പരാതിയും പരിഭവമൊക്കെ ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിൻ്റെ കഥാപരിസരം ചില റിയൽ സംഭവങ്ങളുമായിട്ട് നല്ല സാമ്യതയുണ്ട്. അത് BJP കേന്ദ്ര നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള ചില അണികൾക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും കാര്യമായി തെറി വിളിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണുവാനിടയായി. ഒരു സിനിമയാവുമ്പോൾ അതിൽ എന്തൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കണമെന്നുള്ളത് അതിൻ്റെ നിർമ്മാതാക്കളുടെ അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഈ ഒരു സിനിമയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാര്യം ഈ സംഘപരിവാറുകാർക്ക് BJPക്കാർക്ക് വിഷമമുണ്ടാകുന്ന സംഗതികൾ സിനിമകളിൽ കൂടെ കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം തോന്നുന്ന ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ കാണിച്ചത് ഒരു പൊളിറ്റിക്കൽ ക്ലീശയാണ്. കാലങ്ങളായിട്ട് പല സിനിമകളിലും പൃഥ്വിരാജ് തന്നെ അഭിനയിച്ച് തകർത്ത ഒരു സിനിമയുണ്ടല്ലോ, വൈകാരികമായിട്ട് സമീപിച്ച ഒരു സിനിമയുണ്ടല്ലോ. ആ ഒരു സിനിമയിലൊക്കെ പറയുന്ന ജനഗണമന, ആ ഒരു സിനിമയിലൊക്കെ പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ക്ലീഷയെ തന്നെ മുരളി ഗോപി ഈ ഒരു സിനിമയിലും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ചിത്രത്തിൽ ഒരു ഏച്ചുകെട്ടലായിട്ട് തോന്നിയ ഒരു സംഗതി. പക്ഷേ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഒരു വലിയ ക്യാൻവാസ് വളരെ രസമുള്ള ഒരു സംഗതിയാണ്. അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് മോഹൻലാൽ എന്ന നടൻ്റെ പ്രകടനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് എത്രത്തോളം സാധ്യത ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ അത്രയും സാധ്യത ഇതിൽ ഉണ്ടായിരുന്നില്ല. ചിത്രത്തിൽ 2 ക്യാരക്ടറുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സ്റ്റീഫൻ നെടുമ്പള്ളി, അതേപോലെ തന്നെ എബ്രാം ഖുറേഷി. അപ്പോൾ എബ്രാം ഖുറേഷിയുടെ കുറേയധികം പരിപാടികളായിരുന്നു ഈ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു നാടൻ ഡോൺ സെറ്റപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങോട്ട് മാറാൻ പറ്റിയില്ല. ഉസ്താദ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. പണ്ട് നമ്മൾ ഒത്തിരിയധികം കണ്ടാസ്വദിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ഈ ഉസ്താദ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ നിമിഷ സമയങ്ങൾ കൊണ്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു രീതിയിലേക്കായിരുന്നു എബ്രാം ഖുറേഷി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയേനെ. സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് ഈ ലൂസിഫർ സിനിമ സീരീസുകളിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. നെടുമ്പള്ളിയിൽ നിന്നിട്ട് ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം എത്രത്തോളം ഖുറേഷിയിലേക്ക് പോകുന്നു അത്രത്തോളം നമുക്ക് ഈ ഒരു കണക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് തന്നെ ആ BJPക്കാർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു സംഭവത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ചിത്രം പ്രധാനമായിട്ടും സംസാരിക്കുന്നത് സ്റ്റീഫൻ്റെ കഥയോ അല്ലെങ്കിൽ ജതിൻ രാംദാസിൻ്റെ കഥയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കൂടുതലായി സെയ്ദ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് തോന്നിയത്. പക്ഷേ ആ ഒരു കഥാപാത്രത്തിൻ്റെ കഥയ്ക്ക് ഈ ഒരു ചിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതൊരു നടന്ന സംഭവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ചിത്രത്തിൽ ആ ഒരു കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യം ചിത്രത്തിൻ്റെ ആദ്യ പാർട്ടിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി ബാക്കിയുള്ള ആളുകൾ അണിനിരക്കുന്ന ആ ഒരു സംഗതികളൊക്കെ വരുമ്പോഴത്തേന് മൊത്തത്തിൽ എവിടെയൊക്കെയോ ഒരു കണക്ഷൻ മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിത്രം പോയി കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സ്പോയിലേഴ്സ് സമ്മാനിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് സെറ്റാണ്. പക്ഷേ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് സെറ്റാവുന്ന സമയത്തും ആദ്യം എബ്രാം ഖുറേഷി പിന്നീട് ഒരു പുലിമുരുകൻ സെറ്റപ്പിലേക്ക് ഇടയ്ക്ക് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അത് അവിടെ നിന്ന് നേരെ ഇങ്ങടേക്ക് പറിച്ച് നടുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള കോൺട്രാസ്റ്റാണ്. ഒരു വലിയ ജമ്പ് അടിക്കുന്ന ഒരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നി. പൃഥ്വിരാജ് സുകുമാരൻ്റെ കഥാപാത്രം സെയ്ദ് എന്ന് പറയുന്ന കഥാപാത്രം ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നമ്മളെ കയ്യടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അഭിമന്യു സിംഗ്, ബൽരാജ് പട്ടേൽ, ബാബ ബജ്രംഗി എന്ന് പറയുന്ന കഥാപാത്രം ചിത്രത്തിൽ അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്.
പക്ഷേ കഥയിൽ അവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയ പ്രാധാന്യം വരുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ലല്ലോ പറഞ്ഞു വന്ന ഒരു കഥ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ഇത്രയധികം ആളുകളെ അണിനിരത്തി ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും ചിത്രം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി. എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. അവസാനമൊക്കെ പുള്ളിക്ക് വേണ്ടി ഒത്തിരിയധികം സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോയി. ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് നല്ലൊരു ക്യാരക്ടറായിരുന്നു, നല്ലൊരു ക്യാരക്ടർ. ലൂസിഫർ നമ്മൾ കണ്ട സമയത്ത് അതിൽ ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടുന്ന, ഒരു പഞ്ച് കിട്ടുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ജതിൻ രാംദാസിൻ്റെ ഒരു മൊമെൻറ്റ്. ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വന്ന സമയത്ത് ജതിൻ രാംദാസിനെ എവിടെയോ കൊണ്ടേ കളഞ്ഞതുപോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. മഞ്ജു വാര്യർ ചിത്രത്തിൽ എനിക്ക് ആകെ ഗൂസ് പമ്പ് വന്ന ഒരേ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മഞ്ജു വാര്യറുടെ ആ ഒരു സീനാണ്. പൊതുവെ എനിക്ക് മഞ്ജു വാര്യറുടെ പെർഫോമൻസ് ഒന്നും അത്രയധികം വലിയ ഗംഭീരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അവരെ പോർട്രേ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഭയങ്കര നൈസായിട്ട് എനിക്ക് തോന്നി. അവിടെ ധാരാളം കയ്യടികൾ കൊടുക്കേണ്ട ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ലാഗായിട്ടാണ് തോന്നിയത്. എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ മഞ്ജു വാര്യറുടെ ഒരു ട്രാൻസ്ഫോർമേഷനും ഡയലോഗ് ഡെലിവറിയും അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അത് മറ്റേ ജതിൻ രാംദാസ് വൈബാണ്. ആ ഒരു സാധനം തന്നെ ഇവിടെ നമുക്ക് കിട്ടി. അത് മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. ഈ മഞ്ജു വാര്യറുടെയും സാനി അയ്യപ്പൻ്റെയും കാര്യം പറയുമ്പോഴത്തേന് അവരുടെ ഒരു ഡിപ്രഷൻ മേക്കപ്പ് ഉണ്ട്. ആ ഒരു ഡിപ്രഷൻ മേക്കപ്പ് എന്തിനായിരുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. അവരെപ്പോഴും ഭയങ്കര വിഷാദ ലുക്കിലിരിക്കുകയാണ്. ആ ഒരു വിഷാദം വിടേണ്ട സമയം സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് വേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അത് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇന്ദ്രിയത്തിൻ്റെ കഥാപാത്രം പൊതുവെ എല്ലാവരിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ടത് ഇന്ദ്രിയത്തിൻ്റെയും ബയുചേട്ടൻ്റെയൊക്കെ കഥാപാത്രങ്ങളായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രം സജനചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു എന്തോ ഒരു ശക്തി മോർച്ച എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പാർട്ടിയുടെ ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ കഥാപാത്രം വളരെ ആപ്റ്റായിരുന്നു. പുള്ളിയുടെ ആ ഒരു കഥാപാത്ര സമീപനവും വളരെ ഗംഭീരമായിരുന്നു. പുള്ളിക്കുള്ള ആ ഒരു ഓറ ഉണ്ടല്ലോ, ആ ഒരു പവർ പോലും ചിത്രത്തിലെ വില്ലന്മാരിൽ ചില ആളുകൾക്ക് എനിക്ക് തോന്നിയില്ല. മുന്നത്തെ ചിത്രത്തിലെ വില്ലനായിരുന്ന വിവേക് ഒബ്രോയി അടിപൊളിയായിരുന്നു. പിന്നെ ഒത്തിരിയധികം സ്റ്റാൻഡിങ് കഥാപാത്രങ്ങളുണ്ട്, വെറുതെ നിൽക്കുന്ന കുറേയധികം കഥാപാത്രങ്ങളുണ്ട്. ഞാൻ എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ നമുക്ക് പരിചിതരല്ലാത്ത അന്യ ദേശക്കാരായിട്ടുള്ള കുറേ വില്ലന്മാരും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവരെ എടുത്ത് പറയുന്നില്ല. അതിനകത്ത് നമുക്ക് ഇനിയിപ്പോൾ പരിചയമുള്ളത് മണിക്കുട്ടൻ ഓക്കെ ആയിരുന്നു. മണിക്കുട്ടൻ അതേപോലെ തന്നെ സുരാജിൻ്റെ ഒപ്പമുള്ള ഒരു പെർഫോമൻസ് രസമുണ്ടായിരുന്നു. നൈല ഉഷ ഒരു സ്റ്റാൻഡിങ് കഥാപാത്രമായിരുന്നു. നൈല ഉഷയുടെ കൂടെ ഒരു ആളുണ്ടായിരുന്നു, ഒരു ചാനൽ മേധാവി. അദ്ദേഹവും വെറുതെ നിൽക്കുന്നൊരു കഥാപാത്രമായിരുന്നു. അതേപോലെ ശിവദ അതൊരു വെറുതെ നിൽക്കുന്നൊരു കഥാപാത്രമായിരുന്നു. ഷോൺ റോമിയൊക്കെ വെറുതെ നിൽക്കുന്നൊരു കഥാപാത്രമായിരുന്നു. ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു കഥാപാത്രം വളരെ ഏച്ചു കിട്ടിയ ഒരു കഥാപാത്രമായിരുന്നു. ഇങ്ങനെ കുറേയധികം കഥാപാത്രങ്ങളുണ്ട്. ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു പിക്ചർ കിട്ടുന്നില്ല. ലൂസിഫറിലും കുറേയധികം ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ആ ഒരു കഥാപാത്രങ്ങളെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നില്ല. വേറെ കുറേയധികം ആളുകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ തേർഡ് പാർട്ടിൽ ഈ എബ്രാം ഖുറേഷിയുടെ കുറേയധികം സംഭവങ്ങളൊക്കെ വരികയായിരിക്കും. ഇതിനകത്ത് കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഭയങ്കര ഹോളിവുഡ് ലെവലിലുള്ള ആക്ഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ട്. പലപ്പോഴും എനിക്കത് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ആക്ഷൻ രംഗങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ആക്ഷൻ രംഗങ്ങൾ എന്തിനു ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. നർക്കോട്ടിക്സ് ഈസ് എ ഡെർട്ടി ബിസിനസ്. അതുകൊണ്ട് സ്റ്റീഫൻ അത് ഇഷ്ടമില്ല. അപ്പോൾ പുള്ളി അതിനുവേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വില്ലൻ അങ്ങടേക്ക് വരികയാണ്. ആ ഒരു വില്ലനെ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിന് അതിലേക്ക് കണക്റ്റ് ആവണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം വേറെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സൈഡിൽ കിടക്കുകയാണ്. ജതിൻ രാംദാസ് അവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ മറ്റേ ബജ്രംഗി അവിടെ കിടപ്പുണ്ട്. അവരെല്ലാം വേറെ ഒരു സൈഡിൽ കിടക്കുകയാണ്. അവർക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന കുറേയധികം മിഷൻസ് ഉണ്ട് സിനിമയിൽ. ആ ഒരു മിഷൻസുമായിട്ട് പ്രേക്ഷകന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്ഷൻ രംഗങ്ങൾ കൂടുതൽ ഒരു നൈസായിട്ട് തോന്നത്തുള്ളൂ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ കൊളുത്തി വലിക്കുന്ന തരത്തിലേക്ക് ഇത്തിരി ഓവറായിട്ടുള്ള ചില രംഗങ്ങളുണ്ട്, ഇച്ചിരി വയലൻസുമായി ബന്ധപ്പെട്ട രംഗങ്ങളുണ്ട്. അത് ആദ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു കണക്ഷൻ നമ്മളെ കാണിക്കുന്നതിലൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില അമ്മമാർ പറയും, എന്നാൽ നീ ഒരു സിനിമ പിടിച്ച് കാണിക്കുക, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നീ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റെഡിയല്ല, ഉമ്മ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർ റെഡിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ പിടിക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ക്യാൻവാസിന് ചേരുന്ന തരത്തിലേക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവിന് ഒരുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എൻ്റെ തിയേറ്ററിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറവുകൊണ്ടായിരിക്കാം എനിക്കത് അത്ര നൈസായിട്ട് തോന്നിയില്ല.
കാര്യം ഈ സീറ്റൊക്കെ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ മോഹൻലാലിൻ്റെ ഒരു എൻട്രി ഒക്കെ വരുന്ന സമയത്ത്. പക്ഷെ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഒരു റിപ്പീറ്റ് വാച്ചിന് നമുക്ക് ലൂസിഫർ പോലെ എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി എമ്പുരാനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇല്ല എന്നുള്ളതാണ്, എനിക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലാണുള്ളത്. ശരിക്കും ലൂസിഫർ കണ്ട സമയത്ത് നമുക്ക് അതിനകത്തെ കുറച്ച് ആക്ഷൻ രംഗങ്ങൾ ഇമോഷണലി കണക്റ്റ് ആയിരുന്നു. 1-2 സീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ആ പോലീസുകാരനെ ചവിട്ടുന്ന ആ ഒരു സീൻ എത്ര തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടാലും മടുക്കില്ല. അതേപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ആളുകൾക്കിടയിൽ കൂടെ നടന്നു വരുന്ന ഒരു സീൻ, കാർ അവിടെ ഇട്ടിട്ട് നടന്നു വരുന്ന ഒരു സീൻ. അതേപോലെ ജതിൻ രാമദാസിൻ്റെ ഒരു പ്രസംഗം, ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, അതുപോലുള്ള സംഭവങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആരാധകർക്ക് സമ്മാനിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ നിരാശാജനകമായിട്ടുള്ള കാര്യമായി പല ആളുകളും എടുത്തു പറയുന്നത്. പക്ഷേ ചിത്രത്തിൻ്റെ ഒരു ക്ലാസ് ഉയർന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ, പക്ഷേ സ്ലോ മോഷൻ നടത്തങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ എന്താ പറയുന്നത് പിശുക്ക് ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ സ്ലോ മോഷൻ നടത്തങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേയധികം നടത്തങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ്, അതേപോലെ തന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവർക്കൊന്നും കാര്യമായിട്ടുള്ളൊരു ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ കഥയാണ് പറഞ്ഞതെന്നുള്ളതാണ് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ചേരുവകൾ കഴിച്ചാലും നമുക്ക് കുറച്ച് രസമൊക്കെ കിട്ടുമല്ലോ. അണ്ടിപ്പരിപ്പും കിസ്മിസും അതേപോലെ ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടങ്ങ് ഇരുന്നു. കേക്ക് കിട്ടിയില്ല. കേക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് ചിത്രം കണ്ട് അവസാനിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.